ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തന്നെ ഇന്നത്തെ ദിവസം ക്രിസ്മസ് ഡേ ആണ്. ഹാപ്പി ക്രിസ്മസ്. കർത്താവ് ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരു ദിവസമാണെന്ന് എനിക്കറിയാം. കാരണം നമ്മുടെ കർത്താവ് പിറന്നു വീണു എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഡേറ്റുകളിൽ കൺഫ്യൂഷൻസ് എന്തു തന്നെയാണെങ്കിലും ശരി, യേശു കർത്താവിൻ്റെ ജനനത്തെ കൊണ്ടാടുന്ന ഈ ഒരു ദിവസം, അല്ലെങ്കിൽ ആ ഒരു ജന്മദിനത്തെ കൊണ്ടാടുന്ന ഈ ഒരു ദിവസം നമുക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ദിവസമാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ തന്നെ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ്, ഒരു ക്രിസ്മസ് സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിന് മുമ്പ് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അബുദാബിയിൽ നിന്ന് സോണി തോമസ് ഒരു കീ സ്പോൺസറാണ്. താങ്ക് യു സോണി. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു, കടഭാരം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലെ എല്ലാവർക്കും ദൈവികമായ ആരോഗ്യവും ദൈവിക അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നുകൂടെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ ന്യൂയോർക്കിൽ നിന്ന് സൂസൻ ജോർജ് ആണ് അടുത്ത നമ്മുടെ സ്പോൺസർ. ഇന്ന് ഇളയ മകൻ സഞ്ജയുടെ 22ാമത്തെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ സഞ്ജയ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ കർത്താവെ, അപ്പോൾ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. മകൻ സഞ്ജയ്ക്ക് എഞ്ചിനീയറായി ജോലി ലഭിച്ചതിന് നന്ദി സൂചകവുമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് സഞ്ജയ്. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഞ്ജയിനെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പം രണ്ടാമത്തെ മകൻ സുജിന് ഫാം ഡി എക്സാമിന് നല്ല മാർക്ക് ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. മൂത്ത മകൻ സഞ്ജുവിന് ദൈവഹിത പ്രകാരമുള്ള വിവാഹം നടക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങ് കൃപ ചെയ്തതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ തന്നെ ഇന്ന് നമുക്കൊരു കോ സ്പോൺസർ കൂടെയുണ്ട്. UAE നിന്ന് സുനന്ദ നായരാണ്. മകന് പ്രൊമോഷൻ ലഭിച്ചതിനുള്ള നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. താങ്ക് യു സിസ്റ്റർ സുനന്ദ. അപ്പോൾ തന്നെ മകനോട് പ്രത്യേകിച്ച് ഞങ്ങളുടെ കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കുക. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ആ മകനെ അനുഗ്രഹിക്കുന്ന കൂടുതലായി അങ്ങ് മാനിക്കണമേ. 2024 ഭവനത്തിലെ എല്ലാവർക്കും ദൈവികമായ ആരോഗ്യം, ശാരീരികമായ സൗഖ്യവും ദൈവിക നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിൽ പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് നമുക്ക് നടക്കുകയാണ് കൊച്ചിയിൽ വെച്ചിട്ട്. ഈ വെള്ളി, ശനി, ഞായർ 3 ദിവസങ്ങളായി നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ ഞായറാഴ്ച എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭകളും രാവിലെ ആരാധനയുണ്ട്, വൈകിട്ട് പ്രത്യേകമായിട്ട് ന്യൂ ഇയർ സർവീസ് നടക്കുകയാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും കൊച്ചിയിലേക്ക് വരാനായിട്ട് ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. തിങ്കളാഴ്ച വൈകുന്നേരം തിരുവനന്തപുരത്ത് വെച്ചിട്ടും പ്രത്യേകമായിട്ടുള്ളൊരു പുതുവത്സര ആരാധന നടക്കുകയാണ്. അതിലും കടന്നു വന്ന് സംബന്ധിക്കാൻ സാധിക്കുന്നവരെല്ലാം കടന്നു വരണം. ഞങ്ങൾക്ക് നിങ്ങളെ നേരിട്ട് കാണാനായിട്ട് ആഗ്രഹമുണ്ട്. കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ, ആശംസിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പുതുവർഷത്തിൽ പുത്തൻ ആത്മീയ ഉണർവോടും അനുഗ്രഹത്തോടും കൂടെ പ്രവേശിക്കുവാൻ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഇയർ എൻഡ് ഫാസ്റ്റിംഗ് ആൻഡ് ക്രോസ് ഓവർ സർവീസ്. വർഷാവസാന ഉപവാസവും പുതുവത്സര ആരാധനയും ഡിസംബർ 29, 30 ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ 1 വരെയും വൈകിട്ട് 7 മുതൽ 9 വരെയും 2 സെഷനുകൾ. ഡിസംബർ 31 ഞായറാഴ്ച രാവിലെ അനുഗ്രഹിക്കപ്പെട്ട ഞായർ ആരാധനകൾ. അന്നേ ദിവസം രാത്രി 9:30 മുതൽ ആരംഭിക്കുന്ന പുതുവത്സര ആരാധനയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അഭിഷേകത്താൽ നിറഞ്ഞ ഈ 3 ദിനങ്ങളിലും പാസ്റ്റർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം നമുക്കും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്ഥലം ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച്, എടപ്പള്ളി, കൊച്ചി. Welcome back and Christmas greetings from Blessing Today family. എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ? ഈ സീസൺ എങ്ങനെ കാര്യങ്ങൾ പോകുന്നു? എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലിടാം, ലൈവ് ചാറ്റിലിടാം. ഇന്ന് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അതിനോട് ചേർന്ന് അപ്പോൾ തന്നെ നമ്മുടെ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ ഒരുപക്ഷെ മനുഷ്യവംശത്തിന് മുഴുവൻ പ്രത്യാശ നൽകുന്ന ഒരുപക്ഷെ തിരുവഴുത്തിലെ
ആദ്യത്തെ വാഗ്ദത്തം നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. സ്ക്രീനിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മലയാളം കാണാൻ കഴിയും. Genesis 3 and verse number 15. And I will put enmity between you and the woman, and between your offspring and hers. He will crush your head, and you will strike his heel. ഒരിക്കലും ഈ റെഫറൻസ് ഞാൻ മറക്കില്ല. ഉൽപ്പത്തി 3:15. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഉൽപ്പത്തി പുസ്തകം 3:15 എന്ന് വെച്ചാൽ സൃഷ്ടിപ്പ് 1-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിൽ അത് തുടരുന്നു. മനുഷ്യന് ഒരു ഭാര്യയൊക്കെ കിട്ടി. 3-ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ പണി വാളി. എന്ന് വെച്ചാൽ മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നു. ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യുന്നു. ദൈവത്തിൽ നിന്നും ഡിറ്റാച്ച്ഡായി, സെപ്പറേറ്റഡായി പോകുന്നു. ആ സമയത്താണ് കർത്താവ് രംഗപ്രവേശം ചെയ്തിട്ട് സ്ത്രീയെ, പാമ്പിനെ, മനുഷ്യനെ, ഭൂമിയെ എല്ലാം ശപിക്കുന്നു. ദാറ്റ് വാസ് ഹൊറിബിൾ. പക്ഷേ ഈ ശാപങ്ങളുടെ നടുവിൽ ഈ ഈ ഈ ഈ സർപ്പത്തിൻ്റെ മേലും സ്ത്രീയുടെ മേലും മനുഷ്യൻ്റെ മേലും ഭൂമിയുടെ മേലും ഒക്കെ ശാപം റിലീസ് ചെയ്യുന്നതിൻ്റെ നടുവിൽ കർത്താവ് ഒരു വാഗ്ദത്തം പറഞ്ഞു. അതിൽ നിന്ന് തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് കർത്താവിന് നമ്മോടുള്ള ആ പിതൃസ്നേഹം, ഒരപ്പനെ പോലെ. അപ്പന്മാരുടെ പ്രത്യേകത എന്താ? കണക്കിന് വഴക്ക് പറയും, ചിലപ്പോൾ തല്ലിയെന്നിരിക്കും, പക്ഷേ ഒന്നിനും കുറവില്ലാതെ ഭക്ഷണം കൊടുക്കും, ഉടുപ്പ് കൊടുക്കും, സ്നേഹത്തിന് ഒരു കുറവില്ല. എന്നാൽ ശിക്ഷണം നൽകി നല്ലൊരു ഫ്യൂച്ചറിലേക്ക് നടത്തുന്നു. ഇതാണ് അപ്പൻ്റെ ഹൃദയം. നമുക്കറിയാം, ത്രിഏക ദൈവം, ട്രൈയൂൺ ഗോഡ്, ട്രിനിറ്റി, ത്രിത്വം എന്ന് പറയുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആദ്യം വരുന്ന പിതാവാണ്. ദൈവത്തിൽ ഒരു പിതൃത്വമുണ്ട്. ദർ ഈസ് എ ഫാദർഹുഡ് ഇൻ ഗോഡ് ഹെഡ്. അപ്പോൾ ആ പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്നുകൊണ്ടാണ് ദൈവം മനുഷ്യനോട് ഇടപെടുന്നത്. മനുഷ്യവംശത്തെ മുഴുവൻ ദൈവത്തിൻ്റെ മകനാക്കി കണക്കാക്കാം. സോ ഇവിടെ മനുഷ്യൻ പാപം ചെയ്തു, ശിക്ഷ ഏൽക്കുമ്പോൾ തന്നെ, ശിക്ഷണം നടത്തുമ്പോൾ തന്നെ, ശാപങ്ങൾ അവരുടെ മേൽ റിലീസ് ചെയ്യപ്പെടുമ്പോൾ തന്നെ അതിനിടയിലൂടെ ഒരു വാഗ്ദത്തം. എന്താണത്? I will put enmity between you and the woman. ഞാൻ നിനക്കും, ഇവിടെ സർപ്പത്തോടാണ് സംസാരിക്കുന്നത്, നിനക്കും സ്ത്രീക്കും തമ്മിൽ ഒരു വലിയ ശത്രുത ഉണ്ടാക്കും. കാരണം സർപ്പമാണ് സ്ത്രീയെ ഉപായത്തിൽ ചതിച്ച് ഇതിൽ കുരുക്കിയത്, പാപത്തിൽ വീഴ്ത്തിയത്. അതുകൊണ്ട് സ്ത്രീയും സർപ്പവും തമ്മിൽ എന്നും ഒരു വലിയ ശത്രുത്വം ഉണ്ടായിരിക്കും, ഒരു വലിയ ആനിമോസിറ്റി ഉണ്ടായിരിക്കും. അടുത്തത്, ആൻഡ് ബിറ്റ്വീൻ യുവർ ഓഫ്സ്പ്രിങ് ആൻഡ് ഹേഴ്സ്. നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ശത്രുത്വം ഉണ്ടായിരിക്കും. ഹീ വിൽ ക്രഷ് യുവർ ഹെഡ് എന്ന് വെച്ചാൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. ആൻഡ് ഹീ വിൽ സ്ട്രൈക്ക് ഹിസ് ഹീൽ. നീ അവൻ്റെ കുതികാലം തകർക്കും. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു വാർ പ്രഖ്യാപിക്കപ്പെടുന്നു, ഒരു വലിയ ആനിമോസിറ്റി പ്രഖ്യാപിക്കപ്പെടുന്നു. അതിന് നടുവിൽ ഒരു വലിയ പ്രത്യാശ. എന്താണത്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. എല്ലാവർക്കും അറിയാം, അത് ആ സ്ത്രീയിൽ നിന്ന് ആദ്യമായി ജനിച്ചത് കയീനാണ്. ആ കയീനെ കുറിച്ചൊന്നുമുള്ള വാഗ്ദത്തമല്ല. പിന്നീട് ഹാബേൽ ജനിച്ചു. ആ ഹാബേലിനെ കുറിച്ചുള്ളൊരു വാഗ്ദത്തമാണ് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. പിന്നീട് സേത്ത് ജനിച്ചു. അതുമല്ല, ഈ സ്ത്രീയുടെ സന്തതിയായിട്ടാണ് എല്ലാ പുരുഷന്മാരും ജനിക്കുന്നത്. എന്നാൽ ഇവിടെ വാസ്തവത്തിൽ കർത്താവ് ഉദ്ദേശിച്ചത് സ്ത്രീയുടെ സന്തതിയായി. അവിടെ പ്രത്യേകിച്ച് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്ത്രീയുടെ സന്തതി. പുരുഷൻ്റെ എന്ന് പറഞ്ഞിട്ടില്ല, സ്ത്രീയുടെ സന്തതി. അതാരാ? യേശുവാണ്. സ്ത്രീയുടെ സന്തതി എന്ന രീതിയിൽ ഈ ഭൂമിയിൽ ജനിച്ച ഒറ്റ വ്യക്തിയുള്ളൂ. ബാക്കി എല്ലാവരും ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും ഒരുമിച്ചുള്ള സംയോജനത്തിൽ ജനിക്കുന്നതാണ്. എന്നാൽ ഇവിടെ പുരുഷൻ ഇല്ല. പുരുഷൻ ഇല്ലാതെ ലോകചരിത്രത്തിൽ ഒറ്റ ജനനമേ നടന്നിട്ടുള്ളൂ. അതാണ് രക്ഷകൻ്റെ ജനനം. അതാണ് ഒന്നാമത്തെ ക്രിസ്മസിൽ സംഭവിച്ചു. ഒന്നാമത് യേശു ജനിച്ച സമയത്ത് അത് ക്രിസ്മസ് ആണെന്നൊന്നും ആർക്കും അറിയില്ല. പിന്നീടാണ് അങ്ങനെയുള്ള സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ വന്നത്.
യേശു കർത്താവ് ഡിസംബർ 25 ഒരു കാരണവശാലും ജനിക്കാനുള്ള സാധ്യതയുമില്ല. അതിനെക്കുറിച്ച് പറയപ്പെടുന്നത് യേശു കർത്താവ് ചില പഠനങ്ങൾ ഒത്തൻറ്റിക് ആണെന്ന് വിശ്വസിക്കപ്പെടുന്ന ചില പഠനങ്ങൾ പറയുന്നത് എബ്രായ കലണ്ടറിൽ നിസാൻ മാസം 1-ാം തീയതിയാണ് യേശു ജനിക്കുന്നത്. ആൻഡ് അത് നമ്മുടെ കലണ്ടർ അനുസരിച്ച് ഏകദേശം മാർച്ച് 20 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് വരുന്നത്. ചിലർ ഏപ്രിലാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, പലതുമുണ്ട്. പക്ഷേ ഒരുപക്ഷെ ഇത് ശരിയാകാൻ സാധ്യതയുണ്ട്. എനിവേ ഡിസംബർ 25-നല്ല. എങ്കിലും ഒരു പൊതു അവധി എന്ന രീതിയിൽ എല്ലായിടത്തും അംഗീകരിക്കപ്പെട്ട രീതിയിൽ അതങ്ങനെ കൊണ്ടാടുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ ജനിച്ചൊരു 13-നാണ്, എന്നാൽ റെക്കോർഡ്സിലെല്ലാം 16-ാം തീയതിയാണ് കിടക്കുന്നത്. പക്ഷേ 13-ഉം 16-ഉം തമ്മിൽ 2-3 ദിവസത്തെ വ്യത്യാസം ഉണ്ടെങ്കിലും ആ ദിവസത്തേക്കാൾ ഞാൻ ജനിച്ചു എന്ന യാഥാർത്ഥ്യത്തിനാണ് മൂല്യമുള്ളത്. ഞാൻ ജനിച്ചു, അതുകൊണ്ട് ഞാനിവിടെ ജീവനോടെ ഉണ്ട്. അതുപോലെ തന്നെ യേശു ജനിച്ച തീയതി ഡേ ഇന്ന് ലോകമെമ്പാടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു പക്ഷേ തെറ്റായിരിക്കാം. ഡിസംബർ 25 ആകണമെന്നില്ല. പക്ഷേ യേശു ജനിച്ചു എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഗ്രിഗോറിയൻ കലണ്ടറിൽ തന്നെ ചില കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ട്. എനിവേ യേശു ജനിച്ചു. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടെ കേൾക്കുക. മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും ഈ സുവിശേഷങ്ങളല്ലാതെ ചരിത്രരേഖകളിലും വലിയൊരു ചരിത്രകാരനായി എല്ലാവരും അംഗീകരിക്കുന്ന ജോസീഫസിൻ്റെ റൈറ്റിങ്സിലുമെല്ലാം യേശു എന്ന ഒരു വ്യക്തി ജനിച്ചു. ഞാനത് പറയുമ്പോൾ എനിക്ക് ഗൂസ്ബംപ് പോലെയൊക്കെ വരുന്നുണ്ട്. കാരണം ദാറ്റ് വാസ് യുണീക്ക്. യുണീക്ക് എന്ന് പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, പുരുഷൻ്റെ സഹായമില്ലാതെയാണ് യേശു ജനിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം ഒരു കന്യക ഗർഭിണിയായി പുത്രനെ പ്രസവിച്ചു. യെശയ്യാവിൻ്റെ പുസ്തകം 7:14 അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു കന്യക ഗർഭിണിയായി പുരുഷൻ്റെ സംസർഗമില്ലാതെ ഒരു പുത്രനെ പ്രസവിച്ചു. എങ്ങനെയാണെന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഈ കന്യകയുടെ മേൽ ഇറങ്ങി വരികയും സകലത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ ആത്മാവായ സകലത്തെ ഉളവാക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ആ കന്യകയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണ് ചെയ്തത്. ഓൾറൈറ്റ്. സോ അങ്ങനെ യേശു ജനിച്ചു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 12 വചനങ്ങൾ വായിക്കുമ്പോൾ യേശു ജനിച്ച ശേഷം സംഭവിച്ച ചില സംഭവ വികാസങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് യഹൂദ്യയിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചു. അതിനും നേരത്തെ തന്നെ പ്രവചനമുണ്ടായിരുന്നു. മീഖ പ്രവചനം 5-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നീയോ ബെത്ലഹേം എഫ്രാത്തെ എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് അധിപതിയായിരിക്കേണ്ടവൻ നിന്നിൽ നിന്നും ഉത്ഭവിച്ചു വരും എന്നൊരു പ്രവചന ശബ്ദം കിടപ്പുണ്ട്. അതിൻ പ്രകാരം യേശു ജനിക്കേണ്ടിയിരുന്നത് വേറെ സ്ഥലത്താണെങ്കിലും ഒരുപക്ഷെ നസറത്തിലോ വേറെ ഏതെങ്കിലും ഇസ്രായേലിൻ്റെ ഒരു ഭാഗത്തോ ആയിരിക്കാം യേശു ജനിക്കേണ്ടിയിരുന്നത്. പക്ഷേ കൃത്യമായി ഈ പ്രവചനം നിറവേറേണ്ടതിന് ആ സമയത്ത് അവർ ബെത്ലഹേമിലായിരുന്നു. അറിയാം ചരിത്രങ്ങളൊക്കെ. ഒരു വഴിയമ്പലത്തിൽ സ്ഥലമൊന്നുമില്ലാതെ ഒരു 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 തൊഴുത്ത് പോലെയുള്ള സ്ഥലത്ത് പുറത്ത് മേഞ്ചറിൽ യേശു ജനിച്ചു. ഇതൊക്കെ നിങ്ങൾക്കറിയാം. അങ്ങനെ ജനിച്ചു കഴിഞ്ഞ ശേഷം ജനിച്ചപ്പോൾ തന്നെ ചില സെലസ്റ്റിയൽ സയൻസ് ഒക്കെ അവിടെ ഉണ്ടായി. പ്രപഞ്ചത്തിൽ തന്നെ ചില അടയാളങ്ങൾ, ആകാശത്തിലൊക്കെ ചില അടയാളങ്ങളുണ്ടായി. ഒരു നക്ഷത്രം ഉദിച്ചു വന്ന കാര്യമൊക്കെ അറിയാം. പല നേറ്റിവിറ്റി ഷോകളും അതുപോലെ ക്രിബ് പുൽത്തൊട്ടിയൊക്കെ വെച്ചിട്ട് ആളുകൾ എല്ലാം ചെയ്യുമല്ലോ. അതെല്ലാം വെക്കുമ്പോൾ അവിടെ ഒരു നക്ഷത്രം തൂക്കും. അതുകൊണ്ടാണ് ലോകമെമ്പാടും ക്രിസ്മസിനോടനുബന്ധിച്ച് ധാരാളം ബില്യൺസ് ഓഫ് സ്റ്റാർസ് ആണ് വിറ്റഴിയുന്നത്. ഇപ്പോൾ LED ബൾബുകളൊക്കെ വെച്ച് ഞങ്ങളുടെയൊക്കെ കാലത്ത്, എനിക്കൊക്കെ ചെറുപ്പമായിരുന്ന സമയത്ത് ഈ ഞങ്ങൾ തന്നെ ബാമ്പു വെട്ടി അത് കീറി അതുകൊണ്ട് കമ്പുകൾ കൊണ്ട് നക്ഷത്രം ഉണ്ടാക്കി അതിന് നടുവിൽ ഒരു തട്ടുണ്ടാക്കി ആ തട്ടിനകത്ത് ഒരു ചെറിയ വിളക്ക് വയ്ക്കും.
അപ്പോൾ ഈ നക്ഷത്രത്തെ ഒരു കയറ് ഒരു 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 പുള്ളി കപ്പിയിലോ എന്തെങ്കിലും ഇട്ട്, അല്ലെങ്കിൽ വൃക്ഷക്കൊമ്പിൽ ഇട്ടിട്ട് അത് എല്ലാ ദിവസവും വൈകിട്ട് അത് പതുക്കെ താഴേക്ക് ഇറക്കും. എന്നിട്ട് ഈ വിളക്ക് വെച്ചിട്ട് മുകളിലേക്ക് കയറ്റി വെക്കും. അപ്പോൾ മുകളിൽ ഇങ്ങനെ കത്തിക്കിടക്കും. പിന്നീട് അത് വൈദ്യുത ബൾബുകൾ അതിനകത്ത് ഇടാൻ തുടങ്ങി. ഇപ്പോൾ LED പല രീതിയിലൊക്കെയുള്ള നക്ഷത്രം. എനിവേ ദാറ്റ് സൈൻ, ദാറ്റ് സിമ്പിൾ, ഇത് വരാൻ കാരണം യേശു ജനിച്ചപ്പോൾ നക്ഷത്രം അവിടെ ഉണ്ടായി. ഈ യേശു ജനിച്ചു ആ സമയത്ത് പല അടയാളങ്ങളും പലതൊക്കെ ഉണ്ടായി. കാരണം ഇതുപോലൊരു വ്യക്തിത്വം ഭൂമിയിൽ ഇതുവരെ ജനിച്ചിട്ടില്ല. ആ സമയത്ത് മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ പറയുന്നത്, കിഴക്ക് നിന്ന് വിദ്വാൻമാർ അവനെ കാണാൻ വേണ്ടി വന്നു, യെരൂശലേമിലേക്ക് വന്നു. കിഴക്ക് നിന്ന് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഫ്രം ദ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബാബിലോണിൽ നിന്ന് എന്നാണ്, ഇന്നത്തെ ഇറാഖ്. അവിടെ നിന്നും ദ മേജായ്, ജ്ഞാനികൾ എന്ന് പറയാം, വൈസ്മൻ എന്ന് പറയാം, അവർ കിഴക്ക് നിന്ന് യെരൂശലേമിലേക്ക് വന്നു. എന്നിട്ട് അവർ അന്വേഷിക്കാൻ തുടങ്ങി, യഹൂദന്മാരുടെ രാജാവ് എവിടെയാണ് പിറന്നിരിക്കുന്നത്. അവിടെ മുഴുവനും അന്വേഷിച്ചു. അതിന് കാരണം ഒരു നക്ഷത്രം അവർ കണ്ടു. അപ്പം ഞാൻ അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ, ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാൻ വേണ്ടി ഞാൻ പറയാം. ഈ മെയ്ജായ് എന്ന് പറയുന്ന ഇവർ ആരാണ്? ഒത്തിരി പേർക്കൊരു സമസ്യയാണ്. ആരാണ് ഈ? ചിലർ പറയുന്നു 3 രാജാക്കന്മാർ വന്നു, ചിലർ പറയുന്നു 3 വൈസ്മെൻ വന്നു. 3 ബൈബിളിൽ പറഞ്ഞിട്ടില്ല, ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. മത്തായി സുവിശേഷത്തിൽ മാത്രമേ ഇതിൻ്റെ പരാമർശമുള്ളൂ, അതിൽ പറഞ്ഞിട്ടില്ല. 3 പേര് വന്നു എന്ന് പറഞ്ഞിട്ടില്ല, 3 രാജാക്കന്മാരാണെന്ന് പറഞ്ഞിട്ടില്ല. ദ മെയ്ജായ്, വൈസ്മെൻ, ജ്ഞാനികൾ. എൻ്റെ പുറകിൽ ഒരു പശ്ചാത്തലമുണ്ട്, അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. പണ്ട് കാലം മുതൽ, അതിനിടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ദ മെയ്ജായ് എന്ന് പറഞ്ഞാൽ വൈസ്മൻ, ജ്ഞാനികൾ. ദ മെയ്ജായ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പ്ലൂറലാണ്. എന്നാൽ അതിൻ്റെ സിംഗുലർ എന്ന് പറയുന്ന ഏകവചനത്തിൽ പറയുവാണെങ്കിൽ മെയ്ഗസ്. മെയ്ഗസ് എന്ന് പറഞ്ഞാൽ മെജീഷ്യൻ എന്നാണ് അർത്ഥം, മാന്ത്രികൻ. എങ്ങനെ ഈ മന്ത്രവാദി, മാന്ത്രികൻ ഇവിടെ വരുന്നു? അതിൻ്റെ പിന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണ്ട് കാലം മുതൽ രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ രാജാക്കന്മാരെ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ സഹായിക്കാൻ വേണ്ടി മെജീഷ്യൻസ് ഉണ്ടാകുമായിരുന്നു. ഉദാഹരണത്തിന് ഫറവോൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നു. ഫറവോൻ ഒരു സ്വപ്നം കണ്ടു, ഉടനെ അറിയണം ഇതെന്താണ്. ഉടനെ അവിടുത്തെ മാന്ത്രികന്മാരെല്ലാം വിളിച്ചു വരുത്തി. ആ പറയുന്ന മാന്ത്രികന്മാർ ഇത് ചെയ്തുകൊണ്ടിരുന്നത്, അവരിൽ പലരും സ്പിരിറ്റിസ്റ്റുകളും ഒക്കൾട്ടിക് പ്രാക്ടീസുകൾ ചെയ്യുന്നവരും വിച്ച് ക്രാഫ്റ്റ് ചെയ്യുന്നവരൊക്കെയാണ്. പൈശാചിക ശക്തികളുടെ സഹായത്തോടെ പ്രവചിക്കുക, കാര്യങ്ങൾ മുൻകൂട്ടി പറയുക, ഇതൊക്കെയാണ്. ഇപ്പോൾ രാജാവ് ഭരണത്തിൽ ഒരു വലിയ തടസ്സവും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുവാണെങ്കിൽ ഉടൻ തന്നെ മാന്ത്രികന്മാരെ വിളിപ്പിക്കും. ഐ മീൻ ദ മെയ്ജായ്, മജീഷ്യൻസിനെ വിളിപ്പിക്കും. മോശയുടെ കാലത്ത് അറിയാമല്ലോ, താൻ വടി താഴെയിട്ടപ്പോൾ പാമ്പായി തീർന്നു. പക്ഷേ അവിടുത്തെ മന്ത്രവാദികളെല്ലാം കൂടെ വന്നിട്ട് വടി താഴെയിട്ടു. അന്ന് അതിനുശേഷം നമ്മൾ കാണുന്നത് ബാബിലോൺ സാമ്രാജ്യത്തിലും ഇതുപോലെ തന്നെ അവിടുത്തെ രാജാവ് ഇങ്ങനെയുള്ള കുറേ പേരെ യൂസ് ചെയ്തിരുന്നു. ഉദാഹരണത്തിന് ദാനിയേലും ശദ്രക്, മേശക്, അബേദ്നെഗോ, 3 എബ്രായ ബാലന്മാർ, അങ്ങനെ മൊത്തം 4 പേര്. ഇവർ 120 സംസ്ഥാനങ്ങളുള്ള വ്യാപിച്ചു കിടക്കുന്ന അന്നത്തെ വലിയ ആ സാമ്രാജ്യത്തിൽ രാജാവിനെ ഭരണത്തിൽ സഹായിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. ഇത് കൂടാതെ ഒത്തിരി മജീഷ്യൻസ്, മന്ത്രവാദികൾ വേറെ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ഒരു ജനാധിപത്യ ഭരണകൂടത്തിൽ, ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൽ, ഇപ്പം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റോ ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഒക്കെ ആണെങ്കിൽ അവിടെ IAS ഓഫീസേഴ്സ്, സിവിൽ ഓഫീസേഴ്സാണ്, സിവിൽ സർവീസിലുള്ളവരാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ ഒത്തിരി സഹായിക്കുന്നത്. ഇതുപോലെ അന്നത്തെ കാലത്തുള്ള IAS ഓഫീസേഴ്സിനെ പോലെ വർക്ക് ചെയ്തിരുന്നവരായിരുന്നു വൈസ്മെൻ, ജ്ഞാനികൾ. ജ്ഞാനികൾ എന്ന് പറയാൻ കാരണം ജ്ഞാനം ഉണ്ടായിരുന്നു. അവർ ഭയങ്കരമായി മാത്തമാറ്റിക്സ്, ഗണിതശാസ്ത്രത്തിൽ ഇവർ വളരെ അന്നത്തെ രീതിയിൽ പഠിച്ചവരായിരുന്നു. വാനനിരീക്ഷണം, നക്ഷത്രങ്ങളുടെ നില, ഇങ്ങനെയുള്ളത് അവർ പഠിച്ചു വയ്ക്കും. ഹിസ്റ്ററി, ജിയോഗ്രഫി, അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്സ്, ഭരണതന്ത്രം, ഇതെല്ലാം അവർ പഠിച്ച്, അഗ്രികൾച്ചർ, ഇതിലെല്ലാം അവർക്ക് ജ്ഞാനമുണ്ട്. സോ രാജാക്കന്മാർ ഇവരെയാണ് യൂസ് ചെയ്യുന്നത് പല കാര്യങ്ങളും തീരുമാനിക്കാൻ. പ്രത്യേകിച്ച് സ്പിരിറ്റ് വേൾഡുമായി ബന്ധപ്പെട്ടൊരു അസാധാരണമായ സ്വപ്നം കണ്ടു, ഉടൻ തന്നെ ഇവർ വിളിക്കും.
എന്നിട്ട് അവരാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരാളായിരുന്നു ഡാനിയേൽ. ഈ ഡാനിയേൽ ബാബിലോണിൽ ആയിരുന്ന സമയത്ത് അദ്ദേഹം ചീഫ് ഓഫ് ദി മൈജായ് ആയി മാറി. എല്ലാവരിലും ഏറ്റവും ശ്രേഷ്ഠനായി വിളങ്ങിയത്. പക്ഷേ എന്തുകൊണ്ട് വിളങ്ങി? തൻ്റെ മേലുണ്ടായിരുന്നത് മാജിക്കിൻ്റെ ആത്മാവല്ല, ദുരാത്മാവല്ല, ദൈവത്തിൻ്റെ ആത്മാവായിരുന്നു. അവരുടെ ഇടയിൽ ദൈവം ദാനിയേലിനെ ഉപയോഗിച്ചു. സോ അങ്ങനെ ഈ നിങ്ങൾക്കറിയാം, ദാനിയേലിനൊക്കെ പ്രവാസികളായി പിടിച്ചുകൊണ്ട് പോയതാണ്. ഒത്തിരി പേര് 70 വർഷം ബാബിലോണിൽ ഇവരായിരുന്ന സമയത്ത് പിടിച്ചുകൊണ്ട് പോകപ്പെട്ട പലരും നെഹമ്യാവിൻ്റെയും സെറുബാബേലിൻ്റെയും എസ്രായുടെ ഒക്കെ നേതൃത്വത്തിൽ 70 വർഷത്തിന് ശേഷം തിരിച്ചു വന്നു. ഇങ്ങനെ തിരിച്ചു വന്നപ്പോഴും അതിലുള്ള വലിയൊരു കൂട്ട യഹൂദന്മാർ ഒരിക്കലും തിരിച്ചു വന്നില്ല. കാരണം അവർ ഭയങ്കര ബിസിനസ്സിലൊക്കെ ഫ്ലറിഷ് ചെയ്ത് നിൽക്കുകയാണ്. അതിൽപ്പെട്ട ചിലർ ആണ് തിരുവെഴുത്തുകളിൽ നിന്ന്, ഉദാഹരണത്തിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സംഖ്യാപുസ്തകം 24-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മീഖ പ്രവചനം 5-ാം അധ്യായം 2-ാം വചനത്തിൽ ബെത്ലഹേമിൽ നിന്നും ഭരണാധിപൻ മശിഹ അവിടെ ജനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പല ദാനിയേലിൻ്റെ പുസ്തകം എനിക്കൊന്ന് 9-ാം അധ്യായത്തിൽ ഈ മശിഹ വരുന്നതിൻ്റെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 490 - 7 483 അങ്ങനെ ഒരു കണക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ബാബിലോണിൽ നിന്നും ഇവർക്ക് പുറപ്പെടുവാനുള്ള വെർഡിക്റ്റ്, വിധി പുറപ്പെട്ട ശേഷം ഇങ്ങോട്ട് ഇത്ര വർഷങ്ങൾ കഴിയുമ്പോൾ മശിഹ ജനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് കണക്ക് കൂട്ടി ആര്? ദ മേജായ്, ജ്ഞാനികൾ. എല്ലാവരും എന്ന് പറഞ്ഞ ജ്ഞാനികൾ. ഓർക്കുക, ജ്ഞാനമുള്ളവരാണ് ദൈവത്തെ തേടുന്നത്. എനിക്ക് തോന്നുന്നു സങ്കീർത്തനങ്ങളുടെ പുസ്തകം 14-ാം അധ്യായത്തിലോ 15-ാം അധ്യായത്തിലോ 115-ാം അധ്യായത്തിലോ പറഞ്ഞിട്ടുണ്ട്, ദൈവമില്ലെന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയും. ജ്ഞാനികളാണെങ്കിൽ ദൈവത്തെ അന്വേഷിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവർ ജ്ഞാനികളാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാവുന്നു. ഈ ജ്ഞാനികൾ വന്നു. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഇത് കേട്ട് ഹേരോദാവ് ഞടുങ്ങി. ഹേരോദാവ് മഹാക്രൂരനാണ്, വലിയ ബിൽഡറൊക്കെ ആയിരുന്നു. യെരുശലേം ദേവാലയം പോലും പുതുക്കിപ്പണിത് അദ്ദേഹമാണ്. പക്ഷേ തനിക്ക് 10 ഭാര്യമാരും 12 മക്കളും ഉണ്ടായിരുന്നു. 12 മക്കൾ 3-4 എണ്ണത്തിന് പുള്ളി തന്നെ കൊന്നുകളഞ്ഞു, സിംഹാസനം ആരും കൊണ്ടുപോകാതിരിക്കാൻ. അത്രയ്ക്ക് ഇൻസെക്യൂർഡ് ക്യാരക്ടറായിരുന്നു. യഹൂദന്മാരുടെ രാജാവ് ജനിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് പേടിയായി. ഉടൻ തന്നെ പറഞ്ഞു, കൊന്നേക്കുക. ഈ മേജായ് ജ്ഞാനികൾ യേശുവിൻ്റെ അടുക്കൽ വരുന്നത് നമ്മൾ കാണുമ്പോൾ പുൽക്കൂട്, ഞാൻ ആ വാക്കാണ് നേരത്തെ കിട്ടാതിരുന്നത്, പുൽക്കൂട്ടിലൊക്കെ നമ്മളിങ്ങനെ ഉണ്ണിയേശു, യേശുവിൻ്റെ അമ്മ മറിയ, വളർത്തുപിതാവ് യോസഫ്, പിന്നെ ഒരു മാലാഖയുടെ രൂപം ഇങ്ങനെ തൂക്കിയിട്ട്, പിന്നെ 3 രാജാക്കന്മാരവിടെ കാണും. 3 പറഞ്ഞിട്ടില്ല. അവർ 3 തരം ഗിഫ്റ്റുകൾ കൊണ്ടുവന്നു. സ്വർണം, കുന്തിരിക്കം, മൂര്. ഇത് 3 യേശുവിൻ്റെ രാജ്യത്വത്തെയും പൗരോഹിത്യത്തെയും പ്രവാചകത്വത്തെയുമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് 3 നിങ്ങളുടെ ആയിപ്പോയി. ഇതൊരു വലിയ സംഘമാണ് വന്നത്. 60ഓളം ഒട്ടകങ്ങൾ ആ കാരവനിൽ ഉണ്ടായിരുന്നു എന്ന് പറയും. 40ഓളം ദിവസങ്ങളെങ്കിലും മിനിമം യാത്ര ചെയ്യാൻ ഉപയോഗിച്ച് കാണും. എന്ന് മാത്രമല്ല, യേശു ജനിച്ച ഉടനെ ആട്ടിടയന്മാർ അവിടെ സ്വർഗീയ സൈന്യത്തിൻ്റെ കൊയർ, ഹെവൻലി കൊയർ, മാലാഖമാരുടെ പാട്ടൊക്കെ ഇട്ടു. ആ സമയത്തല്ല അവർ വന്നത്, ഏകദേശം 2 വർഷം കഴിഞ്ഞിട്ടാണ്. പിന്നീട് വീട്ടിൽ വന്ന് ആ കുഞ്ഞിനെ കണ്ടു അമ്മയോടൊപ്പം. അവർ വീണ് ആരാധിച്ചു. ഇതെല്ലാം അവിടെ നിരത്തി വെച്ചു. ഇങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്. എന്താ ഞാൻ പറഞ്ഞു വരുന്നത്? ഇവരിത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരാൻ കാരണം, 1, അവർക്ക് തിരുവെഴുത്തുകൾ അറിയാമായിരുന്നു. 2, രക്ഷകൻ അന്വേഷിക്കുന്നൊരു ഹൃദയം അവർക്കുണ്ടായിരുന്നു. യിരെമ്യാവിൻ്റെ പുസ്തകം 29:13 തോന്നുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. അവർ ബാബിലോണിൽ നിന്നും ഇത്രയും ദിവസങ്ങൾ താണ്ടി യേശുവിൻ്റെ അടുക്കൽ വരുവാനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്താണ് ഉദ്ദേശം? അവിടെ വന്ന് രക്ഷകനല്ല, ദൈവമല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവിടെ വെച്ച് ഞങ്ങൾക്ക് പ്രാർത്ഥനകൾക്കൊക്കെ മറുപടി തരുന്നത്, അതിനല്ല അവർ വന്നത്. അവർ വന്ന് ആരാധിക്കാൻ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ ആരാധിക്കാൻ വേണ്ടിയാണ് അവർ വന്നത്. ഹേരോദാവ് പലതരത്തിലും അവരെ തടുക്കാനും അവരെ തട്ടിക്കളയാനും ഒക്കെ ശ്രമിച്ചു. പക്ഷെ ദൈവം അവരെ പ്രൊട്ടക്റ്റ് ചെയ്തു.
ദൈവം ഒരു നക്ഷത്രം അവരെ വഴികാട്ടി. ഈ നക്ഷത്രത്തെക്കുറിച്ചും പറയുന്നത് നക്ഷത്രം ജൂപ്പിറ്റർ, ഇങ്ങനെ എല്ലാ ഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ നിരന്നു വരും. 6000 വർഷത്തിലൊരിക്കലേ വരും. അവിടെ വന്നപ്പോൾ പ്രോമിനൻ്റ് ജൂപ്പിറ്ററിനെ കണ്ടാണെന്ന് പറയുന്നുണ്ട്. ഒരു നോവയാണെന്ന് പറയുന്നു, സൂപ്പർ നോവയാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പലതും ഉണ്ട്. എന്നാൽ ചിലർ പറയുന്നത് അതൊരു ഏഞ്ചലായിരുന്നു അവർ വഴികാട്ടാൻ വേണ്ടി ഗ്ലോ ചെയ്തിങ്ങനെ നിന്ന്. എന്തു ആയിക്കോട്ടെ, അവർക്ക് വേണ്ടി ഒരു നക്ഷത്രം അവർ വഴികാട്ടി. അവരെ കൊണ്ടുവന്നു, അവർ യേശുവിനെ കണ്ടു, അവർ യേശുവിനെ നമസ്കരിച്ചു, എന്നിട്ടൊക്കെയാണ് അവർ പോയത്. ഞാൻ ഇതിൽ നിന്നും മനസ്സിലാക്കിയ ഈ ഞാൻ വിദ്വാൻമാരുടെ വരവിൽ നിന്നും മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്പർ 1, the seekers of the Savior shall find him. രക്ഷകനെ തേടുന്നവർ അവനെ കണ്ടിരിക്കും. അതെൻ്റെ കൂടെ അനുഭവമാണ്. ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവത്തെ കണ്ടെത്താൻ എനിക്ക് പറ്റി. നമ്പർ 2, the seekers of the Savior shall be guided by God. ദൈവത്തെ അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സത്യത്തിലേക്ക്, ദൈവത്തിലേക്ക് ദൈവം തന്നെ അവരെ കൈപിടിച്ച് നടത്തും. നമ്പർ 3, the worshippers of the Savior shall be preserved and blessed. ദൈവത്തെ ആരാധിക്കുന്നവരെ ദൈവം കാത്തു സൂക്ഷിക്കും, അവരെ ദൈവം അനുഗ്രഹിക്കും. നമ്പർ 4, those who find the Savior shall walk in new ways. ഇവരിതിന് ശേഷം കർത്താവ് അവരുടെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി പഴയ വഴിയെ പോകരുത്, പുതിയ വഴിക്ക് പൊക്കോളാൻ പറഞ്ഞു. കാരണം അവിടെ ഹെരോദാവ് തിരിച്ചവരെ വിളിച്ച് കൊല്ലാൻ വേണ്ടി ഇരിക്കുമോ. അങ്ങനെ അവരെ പുതിയ വഴിയിലൂടെ നടത്തി. യേശുവിനെ കണ്ട ശേഷം പുതിയ വഴിയിലൂടെയാണ് അവർ പോയത്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ. യേശുവിനെ കണ്ടാൽ പിന്നെ പഴയ പാപ വഴികൾ നമ്മൾ ജീവിക്കില്ല. പഴയ ലൈഫല്ല, അവൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. യോഹന്നാൻ 8:12. അതിൻ പ്രകാരം നമ്മൾ പുതിയ വഴികളിലാണ് ജീവിക്കേണ്ടത്. ഓക്കെ, ഇന്ന് ക്രിസ്മസ് ദിവസമല്ലേ? ഞാൻ ഈ വചനങ്ങളൊക്കെ പറഞ്ഞിട്ട് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആ ജ്ഞാനികളെ പോലെ ദൈവത്തെ തേടി ജീവിക്കണം, ദൈവത്തിനായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കൈ രണ്ടൊന്ന് നെഞ്ചിലേക്ക് എടുത്ത് വയ്ക്കാമോ? ഞാനൊരു കൊച്ചു പ്രാർത്ഥന, രക്ഷയുടെ പ്രാർത്ഥന പറഞ്ഞു തരാം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, എന്നെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ അങ്ങ് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ടതിനായി നന്ദി. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ചതിനായി നന്ദി പറയുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ. അങ്ങയുടെ രക്ഷ ഞാൻ സ്വീകരിക്കുന്നു. ഇന്ന് മുതൽ യേശുവിനായി ഞാൻ ജീവിക്കും, പുതിയ വഴികളിൽ ജീവിക്കും. ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും കർത്താവ് രക്ഷ തന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിത്യജീവനെ തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് വിശ്വാസത്താലാണ് നാം അറിയുന്നത്. റോമലേഖനം 10:9 വായിച്ചു നോക്കുക. കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കാം. കർത്താവെ, ഈ ക്രിസ്മസ് ദിവസത്തിൽ ഞാൻ ജനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു പാപങ്ങളെ മാറ്റുവാൻ മാത്രമല്ലല്ലോ വന്നു, രോഗങ്ങളെ കൂടെ സൗഖ്യമാക്കാനാണ്. യേശുവിൻ്റെ നാമത്തിൽ ആസ്മ രോഗികൾ സൗഖ്യമാകട്ടെ, ക്യാൻസർ പേഷ്യൻസ് സൗഖ്യമാകട്ടെ, അതുപോലെ ഡയബറ്റീസ് ഉള്ളവർ സൗഖ്യമാകട്ടെ, വിവിധ വേദനകൾ മാറട്ടെ, മൈഗ്രെയിൻ സൗഖ്യമാകട്ടെ, ശരീരത്തിൽ പല സ്ഥലങ്ങളിലെ നീര് യേശുവിൻ നാമത്തിൽ മാറട്ടെ, മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. കൈകൾ നീട്ടിപ്പിടിച്ചിരിക്കുന്നവരുടെ ജീവിതത്തിൽ എന്താണോ കർത്താവ് പ്രാർത്ഥിക്കുന്നത് അത് കർത്താവ് കൊടുക്കുന്നതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് എപ്പിസോഡ്. നാളെ നമുക്ക് വീണ്ടും കാണാം. വൺസ് അഗൈൻ മെറി ക്രിസ്മസ്. ഗോഡ് ബ്ലെസ് യു. ബ്ലെസ്സിൻ ടുഡേ പുതുവത്സര അനുഗ്രഹ പ്രാർത്ഥന ട്രിവാൻഡ്രം. പാസ്റ്റർ ഡാമിയനും കുടുംബവും ശുശ്രൂഷിക്കുന്നു. ജനുവരി 1 തിങ്കളാഴ്ച വൈകിട്ട് 5:30 മുതൽ. സ്ഥലം ബിഷപ്പ് പെരേര ഹാൾ, നന്ദാവനം റോഡ്, പാളയം, ട്രിവാൻഡ്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 8111996001 or 8111996014. Christmas praises in the air, hallelujah. Children dancing everywhere,
newborn King. Love and joy forever to the earth He brings. Hey, 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 la 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 la. Hey, 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 hallelujah. Hey, 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 la 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 la. Hey, 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 hallelujah. Hey, 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 la 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 la. Hey, 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 hallelujah. Hey, 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 la 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 la. Hey, 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 hallelujah. Join hands together, hallelujah. Sing His love forever, hallelujah. All happy children,